ഗൈസ്, അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ എന്റെ മെയിൻ ആയിട്ട് നീഷ് എന്ന് പറയുന്നത് ഗലീന്റെ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് ഈ സെൽഫ് ഗ്രോത്ത് ആക്ടിവിറ്റികളൊക്കെ. അപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്ര എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് ടൈം റീൽസ് ആണ്. അതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. വെറുതെ വന്നൊരു മോട്ടിവേഷൻ പോയിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ തുടങ്ങിയപ്പോഴേക്കും പറഞ്ഞു ഞാൻ കൂടുതൽ നമ്മളെ ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും പ്രോബ്ലംസിലേക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് ഇൻസ്റ്റനെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണം. അതായത് നമ്മൾ റിയൽ ലൈഫിൽ സക്സസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറെ സ്കൂൾ പോകുക, പിന്നെ കോളേജിൽ പോകുക, പിന്നെ ഒരു ജോലിക്ക് കയറി സെറ്റിലായി അങ്ങനത്തെ സക്സസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം ഫുൾഫിൽ ചെയ്താണ് നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ നമുക്ക് ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ തന്നെ ലൊക്കേഷൻ ഫ്രീഡം, നമുക്ക് എല്ലാതും ഒരു സക്സസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരാളെ കീഴിൽ നിന്ന് 9 to 5 ജോബിന്റെ ആ ഒരു സക്സസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാം ഫുൾഫിൽ ചെയ്ത കൺസിസ്റ്റൻസി, നമുക്ക് നല്ലൊരു ഹെൽത്ത്, ഡിസിപ്ലിൻ, നല്ല റിലേഷൻഷിപ്പ്, നല്ല നെറ്റ്വർക്ക്, നല്ല കാര്യങ്ങൾ ഒക്കെ ഉള്ള സക്സസ് ആണ് ഞാൻ അങ്ങനത്തെ സക്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ഞാൻ കൂടുതൽ ഇടുക. പിന്നെ നീഷ് എന്ന് പറയുന്നത് സെൽഫ് ഗ്രോത്ത് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മൾ തന്നെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാനുള്ള സെൽഫ് ഇമ്പ്രൂവ്മെന്റ് എന്നൊക്കെ പറയാം. നമ്മുടെ നോളജ്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഞാൻ പറയാം. അപ്പോൾ മെയിനായിട്ട് ഇൻസ്റ്റയിൽ മാറാനുള്ള കാരണം അതാണ്. നമുക്ക് ഈ ഷോർട്ട് ടൈം റീൽസിലൊന്നും അത്ര കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പിന്നെ യൂട്യൂബിൽ അറിയണത് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളോ അങ്ങനെ BGM ഒന്നും ഉണ്ടാവില്ല. ഒരു പോഡ്കാസ്റ്റ് മോഡലേക്കാണ് കാര്യം മാത്രം പറയുന്ന സംഭവിക്കാറും. അതായത് ഒരു ഡോപ്പമിൻ ഹൈ ഹിറ്റിനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഹിറ്റിനോ ആയിരിക്കില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ എന്താണ് നമ്മളെ ഡിസിപ്ലിൻ എന്താ അതിനെ കുറിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, റിയൽ ഇൻഫോർമേഷൻ പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഒറ്റക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഭാവിയിൽ നമുക്ക് നമുക്ക് ഗസ്റ്റിനൊക്കെ വെച്ച് ഒക്കെ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒറ്റക്ക് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളൊരു പോഡ്കാസ്റ്റ് മോഡലായിരിക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പിന്നെന്താ വെച്ചാല് ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാർ പറ്റ കുറവാണ്. ഞാൻ എത്ര നോക്കിയിട്ട് 1, 2, 3 ഏറി പോയിട്ട് 2 പേരെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. നമ്മളങ്ങനെ ഇങ്ങനത്തെ അതും ഒരു ഫുൾ കംപ്ലീറ്റഡ് ഇങ്ങനത്തെ വീഡിയോസ് അല്ല ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒക്കെ ചെയ്തിട്ട് കംപ്ലീറ്റഡ് ഇങ്ങനത്തെ വീഡിയോസ് നമ്മളെ റിയൽ ലൈഫിൽ ആവശ്യമുള്ള സംഭവങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പത്തെ ഞാൻ സോൾവ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇപ്പത്തെ മോഡേൺ സൊസൈറ്റി പറഞ്ഞാല് പ്രത്യേകിച്ച് നമ്മളെ യങ് ബോയ്സിനെ നമ്മളെ സൊസൈറ്റി തന്നെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ വെച്ചാല് നമ്മളെ ബോയ്സിനെ ഇപ്പൊ ആർക്കും ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ യുദ്ധം, ആറ് കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അക്രമിക്കാൻ വരിക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ ബോയ്സിനെ നമുക്ക് ആർക്കും ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് കുറെ പോൺ സൈറ്റും അതുപോലെ തന്നെ കുറെ ജങ്ക് ഫുഡും വണ്ടിയും നമ്മളങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ലാതെ നമ്മളെ ഫുൾ എൻജോയ്മെന്റിന്റെ ഹാപ്പിനെസിന്റെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിനെ നമുക്ക് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പോകണം, അതുപോലെ തന്നെ ജങ്ക് ഫുഡ് ഇതൊക്കെ തന്നെ നമ്മളെ നാശാക്കിയാണ്, നമ്മളെ ഫാറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല ഫുഡിനൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനൊക്കെ പോലെ എന്താക്കുകയാണ്, പൈസ കൂട്ടിയിട്ട് നമുക്ക് വേണ്ടാത്ത ഫുഡാണല്ലോ, നമ്മളെ രോഗികളാക്കുന്ന ഫുഡ് തന്നെ നമുക്ക് തന്നാണ് നമ്മളെ രോഗികളാക്കിയാണ് നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെ ചെല്ലിക്കാനുള്ള പരിപാടിയൊക്കെയാണ് ഓല് ചെയ്യുന്നത്. ഇപ്പത്തെ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ ഒരു പോഡ്കാസ്റ്റ് സ്റ്റൈലേക്ക് കാരണം നമ്മൾ അങ്ങനത്തെ വലിയ എഡിറ്റിംഗ് കാര്യങ്ങളോ BGM വലിയ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളെ കാര്യങ്ങൾ, ഹെൽത്തിനെ കുറിച്ച്, ഡിസിപ്ലിനെ കുറിച്ച്, കൺസിസ്റ്റൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ നമുക്ക് ഈ ഇപ്പത്തെ കുറെ ട്രെൻഡിങ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. നമ്മളെ റിയൽ ലൈഫിൽ എന്താ വേണ്ടത്, നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാന്, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്, നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനോ, നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതായത് 9 to 5 പോയിട്ടല്ലോ ഞാൻ പറഞ്ഞത്, അല്ലാത്ത നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇപ്പൊ എല്ലാവരും വിചാരം നമുക്ക് ആ ഒറ്റ ആ ഒരു സ്ട്രക്ചറിനുള്ളൂ. നമ്മള് കുറെ സ്കൂൾ പോയി, പിന്നെ +2 പോയി, പിന്നെ നമ്മൾ ഡിഗ്രി പോയി, ഇനി ഒരു ജോലി. നമുക്ക് ആരോ സിസ്റ്റം ഒരു ട്രെയിൻ പാലം വഴി നമുക്ക് ആരും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അതിൽ കുറെ ഡോക്ടർ ആവുക, കുറെ എഞ്ചിനീയർ ആവുക, അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, എല്ലാവർക്കും ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഹ്യൂമൻ ക്യാപ്പബിലിറ്റി. നമ്മുടെ മനുഷ്യന്മാർക്കില്ല ക്യാപ്പബിലിറ്റി ലോകത്ത് ആർക്കും ഇല്ലാത്ത സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആരും അതിനെ ഇമ്പ്രൂവ് ചെയ്യില്ല. നമ്മളിപ്പോ എന്ത് കാര്യം പറയുന്നത് സ്കില്ലാണ്. ഏത് കാര്യമായാലും, കണ്ടന്റ് ക്രിയേഷൻ ആയാലും, ബിസിനസ് ആയാലും, കമ്മ്യൂണിക്കേഷൻ ആയാലും, നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന എന്ത് കാര്യമായാലും, ഒരാളോട് എങ്ങനെ പെരുമാറണമായാലും, ക്യാരക്ടർ ആയാലും, എന്തായാലും നമ്മുടെ ലൈഫിൽ എന്താണ് അതൊരു സ്കില്ലാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും വിചാരം അവൻ ബിസിനസ്സുകാരനായി,
അവര് ചിലപ്പോൾ ജനിച്ച മുതലേ അവരെ പെരക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. അവർ ബിസിനസ് ബ്ലഡിലുള്ള ആൾക്കാരാണ്. അവരെ അങ്ങനെ തന്നെ ആയിരിക്കാം. എല്ലാവരും വിചാരം അങ്ങനെയാണ്. പക്ഷെ നേരെ മറിച്ച് സക്സസ്ഫുൾ ആയ ആൾക്കാരൊക്കെ നോക്കി 99% ആൾക്കാരും ഓല് ഉണ്ടാക്കിയെടുത്ത സക്സസ് ആയിക്കാരം. അത് ഡെയിലി 1% വെച്ച് നമുക്കിപ്പോ എന്ത് സംഭവം ഇല്ല എന്താവും ഇത്ര ഉള്ളൂ. എവരിത്തിങ് ഈസ് എ സ്കിൽ. നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് അങ്ങനെ ഇരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അതേ കാര്യം നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ള ആൾക്കാരെ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഈ ഫിക്സഡ് മൈൻഡ് സെറ്റിലെ ആൾക്കാർ എന്ത് ചെയ്യാൻ ചിന്തിക്കാം, എനിക്ക് അത് ഇത്രേ പറ്റുള്ളൂ, എനിക്ക് ഇതിലേ പോകാൻ പറ്റുള്ളൂ, എനിക്ക് സ്വന്തമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനും ചെയ്തുണ്ടാക്കാനൊന്നും അറിയില്ല എന്നില്ല ആ ഒരു മൈൻഡ് സെറ്റിലെ ആൾക്കാരെ കാരണം അവരുണ്ടാവുക. ഓല് കുറെ ബുക്കൊക്കെ കാണാതെ പഠിച്ചും കുറെ ജോലിക്ക് പോകും. പിന്നെ അവിടെ ഫുൾ ഫ്രസ്ട്രേറ്റഡ് ആയി, അവിടെ സാലറി ഇല്ല, അവിടെ ഫുൾ ടൈം ജോലിയാണ്, അതാണ് അങ്ങനെ അങ്ങനെ നടക്കും. നേരെ മറിച്ച് ലൈഫിലും ഒരു ഫുള്ള് ബ്ലെയിം ചെയ്ത് നടക്കും. ഈ ഫിക്സഡ് മൈൻഡ്സിന്റെ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ആൾക്കാരെ ബ്ലെയിം ചെയ്യും. എന്റെ സൊസൈറ്റി ശരിയില്ല, എനിക്ക് എന്റെ ഫാമിലി റെഡി ആക്കുന്നില്ല, ഫാമിലി പൈസ ഇല്ലേനു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കും. പക്ഷെ നേരെ മറിച്ച് ഗ്രോത്ത് മൈൻഡ്സിലുള്ള ആൾക്കാർ എനിക്ക് എന്തെങ്കിലും ലൈഫിൽ വേണമെന്ന് കരുതി കഴിഞ്ഞാൽ അത് ഞാൻ അച്ചീവ് ചെയ്യും, അതിനുള്ള പണി എടുക്കും. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡെയിലി 1%. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല, അതിന് ഡെയിലി 1% ബെറ്റർ ആക്കി ഒരു 2 കൊല്ലം കഴിയുമ്പോൾ എന്താവും അത് നമ്മളൊരു ഫ്ലുവൻസിലേക്ക് എത്തിപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, നമ്മളെന്തെങ്കിലും ബിസിനസ് തുടങ്ങും, പിന്നെ ആദ്യം പൊട്ടും, പിന്നെ നമ്മൾ തുടങ്ങും, പിന്നെ ആദ്യം പൊട്ടും. അങ്ങനെ അങ്ങനെ അതിന് തുടങ്ങി 1% ഇങ്ങനെ ബെറ്റർ ആക്കി കൊണ്ടുവരാം. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇതിന്റെ വീഡിയോ തന്നെ കണ്ടുപിടി. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാരണം പിന്നെ നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരുന്നവർക്ക് തന്നെ ആയിരിക്കും. ഇപ്പൊ ഇത്തരത്തിനുള്ള കുറെ ഒന്നും പറയാനില്ല. നമ്മളെ നാളെ മുതൽ നമ്മൾ ഓരോ കണ്ടന്റിനെ കുറിച്ച് ഓരോ ടോപ്പിക് എടുത്താണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യലേ. കാരണം നമുക്ക് ഞാൻ എന്താ വെച്ചാല് എനിക്ക് എവിടുന്ന് അത്രയും നോളജ് എവിടെ നിർത്തിയിട്ടാണ് ഈ പറയണത് വെച്ചാല് ഞാനൊരു 1.5-2 വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്ത് ചെയ്യുന്നതാണ്. അതായത് എന്റെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കുക, എന്റെ നോളജ് ബെറ്റർ ആക്കുക, എന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കുക, അതുപോലെ തന്നെ എന്റെ ഹെൽത്ത് ഒന്നും കൂടി ബെറ്റർ ആക്കുക. എനിക്ക് എന്റെ ലൈഫ് ലോങ്ങിലേക്ക് ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി ഒക്കെ ഞാൻ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതിൽ കൊണ്ടുവരിക, അങ്ങനത്തെ ഒക്കെ ലൈഫ് ജീവിക്കുന്നതാണ്. അപ്പൊ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ കുറെ നോൺ ഫിക്ഷൻ ബുക്കൊക്കെ വായിച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റ് ഒക്കെ അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടും അങ്ങനത്തെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനത്തെ നോളജ് കിട്ടിയത്. അപ്പൊ ഇങ്ങനത്തെ നോളജ് ഒക്കെ പാടെ കിട്ടിയിട്ട് എനിക്ക് എന്റെ കിട്ടിയ നോളജും ആ ഒരു വ്യൂ പോയിന്റും എക്സ്പീരിയൻസ് ഒക്കെ പാടെ കൂട്ടിയിട്ട് എനിക്കൊരു വ്യൂ പോയിന്റ് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ച് സയൻസും സൈക്കോളജി ഒക്കെ ബേസ് ചെയ്താണ്ട് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാം. അത്രേ ഉള്ളൂ. സീ യു ഇൻ ദി അനദർ വീഡിയോ.